Hi dears, our unit is Wonders of Visible Light. In our last class, we discussed about reflection, regular reflection and diffuse reflection, light and sight, plane mirror. What do you mean by reflection? Reflection of light is the return of light that falls on a surface. ലൈറ്റ് ഒരു സർഫസിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. Reflection of light. Can you find out the direction in which the light falling on a surface would get reflected? ഒരു സർഫസിൽ പതിക്കുന്ന ലൈറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ്, ഏത് ദിശയിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. When light is reflected. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? യെസ്, ടു ഫൈൻഡ് ഔട്ട് ദി ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ് റിഫ്ലക്റ്റഡ് ടു ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു സർഫസിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? ടേബിൾ, ടോർച്ച് വേണം, മിറർ, ഡാർക്ക് റൂമിലാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം. ഏത് രീതിയിലാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? യെസ്, പുട്ട് ദി ടേബിൾ ഓൺ ദി ഡാർക്ക് റൂം, പ്ലേസ് ദി മിറർ ഓൺ ദി ടേബിൾ, ലൈറ്റ് ദി ടോർച്ച് ഇൻ ടു ദി മിറർ. സിമ്പിൾ പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്താണ്? Yes, we can see the light reflected to the opposite direction. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് കാണാൻ പറ്റും അല്ലേ? അതിൻ്റെ ഇമേജ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന ഇൻഫറൻസ് എന്താണ്? ഇഫ് ദ ലൈറ്റ് ഫാൾസ് ഓൺ ദി സർഫസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ടു ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട് അല്ലേ? ലൈറ്റ് ഒരു സർഫസിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്, എതിർ ദിശയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഇമേജ് ശ്രദ്ധിക്കുക, ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കുക. റിപ്പീറ്റ് ദി ആക്ടിവിറ്റി ബൈ ഡയറക്റ്റിംഗ് ലൈറ്റ് ഓൺ ടു ദി മിറർ ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. ദെൻ ലൈറ്റ് റേൻ്റെയും റിഫ്ലക്റ്റഡ് റേൻ്റെയും ഒരു ഇമേജ് വരക്കാം. നമുക്ക് ആ ഇമേജ് നോക്കാം. അപ്പോൾ അവിടെ ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഇൻസിഡൻറ്റ് റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ഇൻസിഡൻറ്റ് റേ? ദി റേ ഫാളിംഗ് ഓൺ ദി മിറർ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. മിററിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരോ കൊടുത്തിട്ടുണ്ട്. What is reflected ray? The ray reflected from the mirror is called reflected ray. മിററിൽ തട്ടി തിരിച്ചു പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ. ദെൻ വാട്ട് ഈസ് നോർമൽ? എന്താണ് നോർമൽ? ഇവിടെ നോർമൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ടഡ് ലൈൻ കാണാമല്ലോ ഇമേജിൽ. യെസ്, ദി ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദി മിറർ അറ്റ് ദി പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് നോർമൽ. മിററിൻ്റെ സർഫസിൽ പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നും വരയ്ക്കുന്ന ലൈനാണ് നോർമൽ. ഓക്കെ, അപ്പോൾ ഇനി അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് റേ ആൻഡ് ദി നോർമൽ ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻറ്റ് റേൻ്റെയും നോർമൽ ലൈൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ദി ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റഡ് റേൻ്റെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്നും ഇതിൻ്റെ
എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്താണ് ഇൻസിഡൻറ്റ് റേ, എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, റിഫ്ലക്റ്റഡ് റേ എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, നോർമൽ, ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യം ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇത് കൃത്യമായിട്ട് വരച്ച് പഠിക്കുക, അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നെക്സ്റ്റ് പ്ലെയിൻ മിറർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാനുള്ളത്. വാട്ട് ഈസ് എ പ്ലെയിൻ മിറർ? എ മിറർ വിത്ത് പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ്? ടു ഫൈൻഡ് ഔട്ട് വെദർ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിൽ ലൈറ്റ് റേ വന്ന് പതിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഉണ്ടാവും. ആ രണ്ട് ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ, എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഇത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ട്രാൻസ്പെറൻറ്റ് വെസൽ, ഒരു സുതാര്യമായിട്ടുള്ള ഒരു പാത്രം വേണം. എ സ്മോൾ പ്ലെയിൻ മിറർ, ഒരു ചെറിയ പ്ലെയിൻ മിറർ, ആ പാത്രത്തിൽ ആ ട്രാൻസ്പെറൻറ്റ് വെസലിൽ ഇറക്കി വെക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയിൻ മിറർ വേണം. പിന്നെ വേണ്ടത് വാട്ടർ, പിന്നെ പ്രൊട്രാക്ടർ കട്ട് ഔട്ട് ഫ്രം എ ചാർട്ട് പേപ്പർ. ഒരു ചാർട്ട് പേപ്പർ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്ത് അതിൽ കോണുകൾ, ആംഗിൾസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ട് ഉണ്ടാവണം. പിന്നെ സോപ്പ് സൊല്യൂഷൻ, ലേസർ ടോർച്ച്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. Fix a small mirror on any one of the inner side of a transparent vessel. ആ ട്രാൻസ്പെറൻറ്റ് വെസലിൻ്റെ ഉള്ളിൽ ഒരു വശത്ത് നമ്മുടെ ചെറിയ പ്ലെയിൻ മിറർ ഒട്ടിച്ച് വെക്കാം. ദെൻ കട്ട് ഔട്ട് ദി ഷേപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് മാർക്ക് ദി ആംഗിൾസ്. നമ്മൾ നേരത്തെ മെറ്റീരിയൽസിൽ പറഞ്ഞതുപോലെ ഒരു ചാർട്ട് പേപ്പറിൽ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ആംഗിൾസൊക്കെ രേഖപ്പെടുത്തിയിട്ട് വെക്കാം. പ്ലേസ് ദി വെസൽ ഓൺ ദി ചാർട്ട് പേപ്പർ. ഇനി എന്ത് വേണം? നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് വെസൽ ചാർട്ട് പേപ്പറിൻ്റെ മുകളിലായിട്ട് വെക്കാം. ടേക്ക് വാട്ടർ ഇൻ ദി വെസൽ, ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് മിൽക്ക് ഓർ സോപ്പ് സൊല്യൂഷൻ ടു ഇറ്റ്. നമ്മുടെ പാത്രത്തിൽ ഈ വെസലിൽ വാട്ടർ എടുക്കാം, അതിൽ ഒരു 2 or 3 ഡ്രോപ്പ് മിൽക്ക് അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷൻ ചേർക്കാം. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദിസ് ഈസ് ടു സീ ദി പാത്ത് ഓഫ് ലൈറ്റ് ക്ലിയർലി. ലൈറ്റിൻ്റെ പാത്ത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി പ്ലേസ് എ ലേസർ ടോർച്ച് അറ്റ് an angle and focus its light beam on the mirror. The light reflected from the mirror can be seen. നമ്മുടെ ലേസർ ടോർച്ച് ഒരു ആംഗിളിൽ വെച്ച ശേഷം പ്രകാശിപ്പിക്കുക. അപ്പോൾ ആ ഒരു ലൈറ്റ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. The angle of incidence and the angle of reflection can be determined by observing the arranged paper protractor. നമ്മൾ ആ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന പ്രൊട്രാക്ടറിൽ നോക്കിയിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഡിഫറെൻ്റ് ആംഗിളിൽ വെച്ചിട്ട് ചെയ്തു നോക്കുക. ഡിഫറെൻ്റ് ആംഗിളിൽ ലേസർ ടോർച്ച് പ്രകാശിപ്പിച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എങ്ങനെയാണ്, എത്രയാണ് കിട്ടുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുക. ഒബ്സർവേഷൻ രേഖപ്പെടുത്താം. ഇവിടെ കിട്ടുന്ന ഒബ്സർവേഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയിലാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 45 ഡിഗ്രി തന്നെയായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ആണ് നമുക്ക് ഒബ്സർവേഷൻ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻ മാർക്ക് ചെയ്തിരിക്കുന്ന ടേബിൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫറൻസിലെത്താൻ പറ്റും. എന്താണ്? ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ.
ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നമുക്ക് കാണാൻ പറ്റും ഈക്വൽ ആയിട്ടാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നുകൂടി പറയുന്നുണ്ട്. വൈൽ ലുക്കിംഗ് ഇൻ എ മിറർ, standing in front of a plain mirror, raise your left hand. Which hand of your image is raised? Lower the left hand and raise the right hand. അപ്പോൾ അവിടെ ഒരു കുട്ടി ചെയ്യുന്നത് കാണാം. ഒരു പ്ലെയിൻ മിററിൻ്റെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ ഒന്ന് റൈസ് ചെയ്ത് നോക്കുക, ഉയർത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഇമേജിൽ കണ്ണാടിയിൽ കാണുന്ന ഇമേജിൽ ഏത് ഹാൻഡാണ് ഉയർന്നിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് നോക്കി ദെൻ റൈറ്റ് ഹാൻഡ് ഉയർത്തി നോക്കുക. ഇമേജിൽ എന്താണ് കാണുന്നത്? വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദി ഇമേജ്? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും അല്ലേ? എന്താണ് ആ ഇമേജിൽ സംഭവിക്കുന്ന മാറ്റം? Doesn't our right side appear left and our left side appear right in the image? നമ്മുടെ വലത് സൈഡ്, റൈറ്റ് സൈഡ് ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടും ഇടതുഭാഗമായിട്ടും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇമേജിൻ്റെ റൈറ്റ് സൈഡായിട്ടും നമുക്ക് തോന്നുന്നുണ്ടല്ലേ? Such a shift of the lateral side of the images in the opposite direction is called lateral inversion. അപ്പോൾ ഈ രീതിയിൽ ഇപ്രകാരം ഇമേജിൽ സൈഡ്സ്, ലാറ്ററൽ സൈഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ സയൻറ്റിഫിക് ടേം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ഇമേജിൽ വരുന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പ്ലെയിൻ മിററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് അതിൻ്റെ നെയിം? ലാറ്ററൽ ഇൻവേർഷൻ. ലുക്ക് അറ്റ് ദി പിക്ചർ. വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ റൈറ്റിംഗ് ആംബുലൻസ് ഇൻ ദിസ് വേ? അവിടെ ഒരു ആംബുലൻസിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ടല്ലേ? ആംബുലൻസിൻ്റെ മുകളിൽ എന്തുകൊണ്ടാണ് ആംബുലൻസ് എന്ന് എഴുതിയത്? ഈ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റൈറ്റിംഗ് ആംബുലൻസ് ഇൻ ദാറ്റ് വേ? ഹോൾഡ് ദി പിക്ചർ ഇൻ ഫ്രണ്ട് ഓഫ് എ പ്ലെയിൻ മിറർ ആൻഡ് ട്രൈ ടു റീഡ് ത്രൂ ദി മിറർ. വാട്ട് ഡു യു നോട്ടീസ്? എന്തുകൊണ്ടായിരിക്കാം ആംബുലൻസിൻ്റെ മുകളിൽ ഈ രീതിയിൽ ആംബുലൻസ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാരണം? നോക്കാം. Lateral inversion is made use of in writing the name of ambulance vans. On them, the name is written in the reverse order. അല്ല, റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിട്ട് കാണുന്നത്. The drivers of the vehicle going in front will read the word correctly on the mirrors fitted at the right side of the vehicles and will promptly give side to the ambulance to overtake those vehicles. മുന്നിൽ പോകുന്ന വാഹനത്തിലുള്ള ഡ്രൈവർ റിയർ വ്യൂ മിററിൽ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ആംബുലൻസ് എന്ന് എഴുതിയത് വായിക്കുന്നത്. അപ്പോൾ ഈ തലതിരിച്ചിട്ട് എഴുതിയിട്ടുള്ള ആംബുലൻസ് എന്നുള്ളത് മിററിലൂടെ നോക്കുമ്പോൾ ഡ്രൈവേഴ്സിന് പെട്ടെന്ന് തന്നെ അത് വായിക്കാൻ സാധിക്കുന്നു. അതുവഴി ഡ്രൈവേഴ്സ് ആംബുലൻസിന്, പിറകിലുള്ള ആംബുലൻസിന് ഓവർടേക്ക് ചെയ്യാനുള്ള സൈഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയറായി എന്ന് കരുതുന്നു. പിന്നെ ബാക്കിയുള്ള പ്ലെയിൻ മിറേഴ്സിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നോക്കാം. വാട്ട് ആർ ദി അതർ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? ട്രൈ ഔട്ട് ദിസ് ആക്ടിവിറ്റി. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഒരു പ്രോപ്പർട്ടി, മറ്റുള്ള പ്രോപ്പർട്ടീസും കൂടി നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. പ്ലേസ് എ മിറർ പെർപെൻഡിക്കുലർലി ഓൺ എ ടേബിൾ. ഹോൾഡ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് പെൻ, വാച്ച് എക്സെട്ര ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ഒബ്സർവ് ദി ഇമേജ്. ഒരു പ്ലെയിൻ മിറർ ടേബിളിൻ്റെ മുകളിൽ പെർപെൻഡിക്കുലറായിട്ട്, ലംബമായിട്ട് വെക്കുക. പെൻ, വാച്ച് തുടങ്ങിയ വസ്തുക്കൾ മിററിന് മുന്നിൽ പിടിക്കുക. ഇമേജ് നമുക്ക് നോക്കാം, ശ്രദ്ധിച്ച് നോക്കാം.
Is the size of the object and the image the same? നമ്മൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് വസ്തുവിൻ്റെയും ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെയും സൈസ് ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. Then, keeping a scale in front of the mirror, place these objects at a different positions and observe. പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് പർട്ടിക്കുലർ പൊസിഷനിൽ നിശ്ചിത സ്ഥാനങ്ങളിൽ ഈ വസ്തുക്കൾ വെച്ച് നോക്കുക. Does the distance of the image change when the distance of the object from the mirror is increased? മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇമേജിൻ്റെ ഡിസ്റ്റൻസിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ഈ പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ മേ ബി സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പം നിങ്ങൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കുക. എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ദി സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ വസ്തുവിൻ്റെ അതേ സൈസ് വലുപ്പം തന്നെ ആയിരിക്കും അതിൻ്റെ ഇമേജിനും ഉണ്ടാവുന്നത്. സൈസിലൊന്നും മാറ്റം വരുന്നില്ല. ദെൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദി മിറർ ഈസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലവും മിററും ഇമേജും തമ്മിലുള്ള അകലവും ഡിസ്റ്റൻസും ഈക്വലാണ്, തുല്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. അത് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ മിററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ദി സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് തന്നെ ആയിരിക്കും ഇമേജിനും ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് മിററിൽ ലഭിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ അതേ സൈസ് തന്നെ ആയിരിക്കും. അതുപോലെ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇമേജ് ആൻഡ് ദി മിറർ ഈസ് ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു മിററിൻ്റെ മുന്നിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. അതിനെ കുറച്ച് പിറകോട്ട് മാറി ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് പിറകോട്ട് വെക്കുന്നതെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസും അതുപോലെ മിററിൽ ഇമേജ് ഫോം ചെയ്യും. ആ മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ ഡിസ്റ്റൻസിൽ വെച്ചിട്ടില്ല, കുറച്ച് അകലത്തിൽ വെച്ചിരിക്കുന്ന വസ്തുവിനെ അതിൻ്റെ അകലം ഡിസ്റ്റൻസ് കുറച്ച് മിററിൻ്റെ കുറച്ച് അടുത്തേക്കായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മൾ വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് വെച്ച രീതിയിൽ അതിൻ്റെ ആ രണ്ടും തമ്മിലുള്ള അകലവും കുറഞ്ഞു വരുന്നു. ആ രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്. മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും അകലവും മിററും ഇമേജും തമ്മിലുള്ള അകലവും തുല്യമാണ്. നമ്മൾ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള അകലം കൂട്ടുകയാണെങ്കിൽ ഇമേജും മിററും തമ്മിലുള്ള അകലവും കൂടും. മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും കുറയും. ഈ രീതിയിൽ തുല്യമാണ് എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം. ദെൻ തേർഡ് പ്രോപ്പർട്ടി പറഞ്ഞത് ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. ലാറ്ററൽ ഇൻവേർഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ദെൻ അവിടെ സൈഡിലായിട്ട് ആറന്മുള മിററിന് കാണാം. What are the peculiarity of Aranmula mirror? The Aranmula mirror is made with an alloy of special composition. The mirror gives a clearer image than
ഓർഡിനറി മിറേഴ്സ് ഡു. ഒരു പ്രത്യേക തരം അലോയ് ലോഹ കൂട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മിറേഴ്സാണ് ആറന്മുള മിറേഴ്സ്. സാധാരണ മിറേഴ്സിലുള്ളതിനേക്കാൾ വ്യക്തമായിട്ടുള്ള ഇമേജാണ് ഇതിൽ ലഭിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഇമേജാണ് ഈ ആറന്മുള മിററിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? When light falling on a surface would get reflected into opposite direction. ഒരു സർഫസിൽ വന്നിട്ട് ലൈറ്റ് വന്ന് പതിക്കുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുപോലെ പ്ലെയിൻ മിററിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണെന്ന് പഠിച്ചു അല്ലേ? അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പഠിച്ചു. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അതുപോലെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണെന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്തു. അതുപോലെ പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടി, ലാറ്ററൽ ഇൻവേർഷൻ പോലെയുള്ള 3 പ്രോപ്പർട്ടീസ് പഠിച്ചു. ആംബുലൻസിൽ എന്തുകൊണ്ടാണ് ആ രീതിയിൽ നെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.